മോനെ മോനെ ഡീജി. ജോസഫേട്ടാ, അപ്പൊ പേര് മറന്നിട്ടില്ല. ചേട്ടനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വഴിക്ക് വരാത്തതിൻ്റെ ഒരു പിണക്കുണ്ടല്ലേ? ഞാൻ എന്ത് പിണങ്ങാനാ? നിന്റെ കാര്യം നടന്നു. പിന്നെ എന്ത് ബുക്ക് ഷോപ്പ്, എന്ത് ജോസഫേട്ടൻ, അങ്ങനല്ലേ? അയ്യോ അങ്ങനല്ല ചേട്ടാ, സത്യമായിട്ട് ഞാൻ ഭയങ്കര തിരക്കിലായിപ്പോയി. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ചേട്ടൻ്റെ കടയിൽ വരുന്ന കാര്യം ആലോചിച്ചോളൂ. ഒരു വലിയ ഭാഗ്യമായി പോയി മോൻ. അതിലൊന്ന് വരാൻ തോന്നിയല്ലോ. ചേട്ടൻ ഇത് കാര്യമായിട്ട് പറയണോ? എനിക്ക് താങ്ങാണോ ചേട്ടാ? ഞാൻ കാര്യമായിട്ട് താങ്ങിയാണെന്ന് തന്നെ വെച്ചു. പറ്റുമെങ്കിൽ പറഞ്ഞ വാക്ക് പാലിച്ചാൽ മതി. എന്ത് വാക്ക് പാലിക്കാനോ? ചേട്ടാ, DIG ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DIG പാലിച്ചു. എന്താ പാലിക്കാതെ വഴി വരാഞ്ഞത്? ചേട്ടാ, വരാൻ വൈകാനല്ല ചേട്ടാ മാപ്പി വെച്ചത്. ഇനി അത് പറയല്ലേ. അപ്പോഴെങ്ങനെയാ വാക്കിന്റെ കാര്യം? എന്തോ ഒരു സഹായം ചോദിക്കുമ്പോൾ ചെയ്യണം എന്നുള്ളല്ലേ വാക്ക്? ആ ആ ചേട്ടൻ എന്താ വെച്ചാൽ ചോദിക്കും, സഹായം ഞാൻ ചെയ്യാം. അത് പിന്നെ നമ്മുടെ നമ്മുടെ പറഞ്ഞോ അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ആണോ? എന്താ പറയുക, ചേട്ടൻ സൗകര്യം പോലെ ഫോൺ ചെയ്തോ വാട്സാപ്പ് അയച്ചോ ഒരു ടെലിഗ്രാം അടിച്ചാലും മതി. അല്ല, ഞാൻ ഇപ്പം തന്നെ പറയാം. ആണോ? അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാനും നമ്മുടെ പ്രീതിയും പണ്ടേ പരിചയക്കാരാ. പക്ഷെ എന്ത് ചെയ്യുക, എന്നെ കാണുമ്പോൾ പ്രീതിയുടെ ഒരു മൂശയുടെ സ്വഭാവമുണ്ട്, അത് വെളിയിൽ വരും. തികച്ചും സ്വാഭാവികം. അതൊന്ന് മാറ്റിയെടുക്കണം. നിങ്ങൾ വിചാരിച്ചാൽ അത് സാധിക്കും. നിങ്ങളോട് പ്രീതിക്ക് വലിയ സ്നേഹമാണ്, പ്രത്യേകിച്ച് DIG മോനോട്. എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ് എന്നെ. അല്ല, പ്രീതി ചേച്ചിയോട് ലവ് ആണ് കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല, അറിയാമല്ലോ. മിണ്ടണ്ട എന്റെ പൊന്നെ ചേട്ടാ, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയെ പോലെയാണ് പ്രീതി ചേച്ചി. ചേട്ടൻ ഇത് എന്തൊക്കെയാ പറഞ്ഞോട് വരുന്നത്? അയ്യേ എടാ, അതിന് ഞാൻ അവരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ആ ചേച്ചിക്ക് നല്ലൊരു ചേട്ടൻ ഉണ്ടാവുന്ന നല്ലതല്ലേ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊന്നും ശരിയാവുന്ന കേസല്ല ചേട്ടാ. അപ്പം നിന്റെ വാക്കിന് ഇത്രയും വിലയുള്ളല്ലേ? ഇതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? എനിക്കിത് തന്നെ മതി. എടാ, ഒരു കാര്യം നീ ഓർത്തോണം, മൂത്തോരോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ലെങ്കിൽ 3 അടവാ. വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. ചേട്ടനെ കുറിച്ചുള്ള വളരെ മോശം അഭിപ്രായം ഞാൻ ചേച്ചിയുടെ മനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് മാറ്റിയെടുക്കാം. ബാക്കിയൊക്കെ ചേട്ടൻ്റെ ഇത് മതിയാ. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ. എന്തുവാ? അതായത് ഇതുകൊണ്ട് ചേച്ചിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായില്ലേ? തന്നെ കാച്ചു. സത്യമായിട്ടും ഞാൻ കാരണം പ്രീതിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സത്യം. എന്നാ പിന്നെ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് പറ. അതിപ്പോൾ ഞാൻ എൻ്റെ ആധാറിൻ്റെയും വോട്ടേഴ്സ് ഐഡിയുടെയും കോപ്പി തരാം, അതുപോലെ. അല്ല, ഈ പട്ടയവും അടിയാധാരവും കുടികിടപ്പവകാശ സർട്ടിഫിക്കറ്റും എൻ്റെ പൊന്നു ചേട്ടാ അതല്ല. ഈ കുട്ടിക്കാലം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, പ്രണയം അങ്ങനെയൊക്കെ കാണില്ലേ? അതായിരുന്നു പറയാം. കുട്ടിക്കാലത്ത് ഞാൻ നല്ലൊരു കുട്ടിയായിരുന്നു. കുടുംബം ഒരു പേരും തീരെ പേരില്ലാത്തൊരു കുടുംബമല്ല. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്. പക്ഷെ ജീവിതാനുഭവങ്ങൾ ധാരാളമുണ്ട്. പ്രണയം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ചീറ്റിപ്പോയിടാവേ. പിന്നെ കല്യാണത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ വലിയ ഒരു പ്രണയം ചീറ്റിപ്പോയി എന്ന് പറഞ്ഞു. അത് ഒന്ന് വിശദമായി പറഞ്ഞത്, അതാണ് നമുക്ക് ആവശ്യം. അതങ്ങനെ വലിയ കഥയൊന്നുമല്ല. ഗ്ലാഡിസ് അതായിരുന്നു അവിടെ പേര്. സുന്ദരിയായിരുന്നു. അവളെ കെട്ടണമെന്ന് ഒറ്റ കാലം ഞാനങ്ങ് നിന്നു. ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞു. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എങ്ങനെയോ പെണ്ണിൻ്റെ വീട്ടുകാർ വിവരം അറിഞ്ഞിട്ട് അവിടെ അപ്പം പോത്തുവേവിയും ആങ്ങളമാരോടെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. സംഗതി പ്രശ്നമാണെന്ന് കണ്ടപ്പം ഗ്ലാഡിസ് പറഞ്ഞ് നമുക്ക് ഒളിച്ചോടാമെന്ന്. ഗത്യന്തരമില്ല, ഞാനും സമ്മതിച്ചു. എൻ്റെ DIG മോനെ ഒളിച്ചോടാൻ ചെന്ന് കാറിൽ കയറുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതുവരെ ഞങ്ങളുടെ ഹംസമായിരുന്ന ഡ്രൈവറോടായിരുന്നു അവൾക്ക് പ്രണയമെന്ന്. എൻ്റെ ചങ്കലച്ച് പോയടാ. അവിടെ കൊണ്ട് തീർന്നോ? നേരം വെളുക്കുന്നതിന് മുമ്പേ പെണ്ണിൻ്റെ അപ്പൻ, ആങ്ങളമാരെ, അമ്മാച്ചന്മാരെ, പറമ്പിപ്പണിക്കാർ എല്ലാവരും കൂടെ ഒരു എഴുത്തും പിടിച്ചോണ്ട് വന്നിരിക്കുക. എൻ്റെ കൂടെ ഒളിച്ചോടുന്നെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ് ഇവൾ അവൻ്റെ കൂടെ പോയത്. ഇടീന്ന് പറഞ്ഞ പോലീസിൻ്റെ ഇടിയൊക്കെ എന്ത് ഭേദമാ. അല്ല ചേട്ടാ, ഇങ്ങനെ താരതമ്യം ചെയ്ത് പറയാൻ ചേട്ടനെ പോലീസ് പിടിച്ചിട്ടുണ്ടോ? എടാ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാടാ പറയുന്നത്. ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ ഇടിച്ച് ഹാപ്പി ആയതിനു ശേഷം നേരെ പോലീസിൻ്റെ കൊടുക്കുക ചെയ്തത്. അവർ 2 റൗണ്ട് ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഡ്രൈവറിൻ്റെ കൂടെയാണ് പെണ്ണ് പോയെന്ന്. അപ്പോൾ അപ്പം പറയുക അത് വെളിയിൽ അറിയരുത്, അറിഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. എൻ്റെ കൂടെ തന്നെയാണ് പെണ്ണ് പോയെന്ന് വെളിയിൽ വരണം. പറ്റിയാലെന്ന് ഞാനും പറഞ്ഞു. അടുത്ത റൗണ്ട് കിട്ടി. പോരാത്തന്നെ എന്നെ കള്ളക്കേസി കുടിക്ക് അകത്താക്കിയിട്ട് സൂര്യപ്രകാശം കാണിക്കാമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചടാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളെ വിട്ടുകൊടുക്കണം. ആരോടും പറയാൻ ഞാൻ നാട് വിട്ടു. അത് പിന്നെ ഈ പെണ്ണ് കല്യാണം എന്നൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ
ഒരു ഭയവാ. പിന്നെ ഇടയ്ക്ക് ആലോചിക്കും ഇങ്ങനെ പോയാൽ എങ്ങനെ കെട്ടണ്ടെന്നൊക്കെ. ഏജ് ഓവറായി അറിയാം, എന്നാലും ബ്രോക്കർമാരുടെ കൂടെ കൂടും. പക്ഷേ പ്രീതി എന്ന് കണ്ടോ അതിനുശേഷം ഞാൻ ഒരു ബ്രോക്കറിൻ്റെ അടുത്തും പോയിട്ടില്ല, സത്യം. ചേട്ടാ പ്രീതി ചേച്ചി അത്രയ്ക്ക് വിശ്വാസമാണോ ചേട്ടന്? ആ, വിശ്വാസമാണ്. കാര്യം എന്താണെന്നറിയോ, അവരൊരു ഭർത്താവിൻ്റെ കൂടെ മാന്യമായിട്ട് ജീവിച്ചൊരു സ്ത്രീയാണ്. അത് ശരിയാണ്. വിധി കൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിച്ചു പോയി. അതെ, അങ്ങനെയുള്ളവരെ വിശ്വസിക്കാവടാ മോനെ. എങ്ങനെയെങ്കിലും നീ പ്രീതിയുടെ മുമ്പിൽ എൻ്റെ ഇമേജ് ഒന്ന് നന്നാക്കി തരണം പ്ലീസ്. ഞാൻ ശ്രമിക്കാം ചേട്ടാ. ഗുഡ് മോർണിംഗ് സർ. ആഫ്റ്റർനൂണായി. ആ സർ, ബ്ലോക്ക് ആയതുകൊണ്ട് ലേറ്റായി പോയെന്ന് പറയായിരുന്നു സർ. ഫുഡ് തന്നേക്ക്. താങ്ക് യു സർ. സർ 5 സ്റ്റാറിന് തന്നേക്കണേ. പുതിയ ആളാണല്ലേ? ആ സർ, എങ്ങനെ മനസ്സിലായി? അല്ല, നിങ്ങൾക്ക് ഞങ്ങളിടുന്ന റേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ. ഓ, സാറിന് എല്ലാം അറിയാമല്ലോ സർ. 5 സ്റ്റാർ തന്നെ തരണേ. 5 സ്റ്റാറോ? തനിക്ക് ഞാൻ 1 സ്റ്റാർ പോലും തരില്ല. അതുമല്ല, ഞാനൊന്ന് കംപ്ലൈൻറ്റ് ചെയ്താലോ ഒന്ന് ആലോചിക്കുക. അയ്യോ സർ, സ്റ്റാർ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കംപ്ലൈൻറ്റ് ചെയ്യരുത്. ചെയ്യരുതല്ലേ? ഉറപ്പായിട്ടും ചെയ്യും. സാമേ, ഇനി ഒരു കംപ്ലൈൻറ്റ് വരരുത്. ഇത് ഞാനൊരു പരിചയക്കുറവായിട്ട് കാണാം, പക്ഷെ ഇനി ആരും കംപ്ലൈൻ്റ് ആയിട്ട് വരരുത്. സർ, സാറിന് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല സർ. പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഈ ഫുഡ് എത്താൻ എത്ര ലേറ്റ് ആയെന്നറിയാവോ? അത്ര നേരം ഞാൻ വിശന്നിരിക്കുകയായിരുന്നു. അതെന്താ കുഴപ്പമില്ലേ? കുഴപ്പമാണ്. ഓക്കെ, റിലാക്സ്. ഒരു കാര്യം ചെയ്യാം, താൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ തനിക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യില്ല. 5 സ്റ്റാറും തരാം, ഹെൽപ്പ് ചെയ്യുന്നതിന് ഗിഫ്റ്റായിട്ട്. താങ്ക് യു സർ. പക്ഷേ എന്ത് ഹെൽപ്പാണ് സർ? അല്ല, എങ്ങോട്ടാ സർ? താൻ വിട്ടോ, ഞാൻ പറയാം. ജോസഫേട്ടാ, നടക്കുന്നു. ഇത് നിന്റെ കഥയിലെ സീനാണാ? ആണെങ്കിൽ ആ, നന്നായിട്ടുണ്ട്. എനിക്ക് ട്രാജഡി ഭയങ്കര ഇഷ്ടാ. ഇത് നിന്റെ ആത്മകഥ ആണോ? ആത്മകഥ അല്ല, ആത്മകഥ. ആ കഥ ആണോ? ഒരു തരത്തിലൊരു ആത്മകഥയാണ്, പക്ഷെ എൻ്റെ അല്ല, ജോസഫേട്ടൻ്റെ. അയ്യേ, നീ എന്തിനാ ആ കൂദ്രാത്മാവിന്റെ കഥയ്ക്ക് എഴുതുന്നത്? അതൊക്കെ ഉണ്ട്. അയാളുടെ കഥ ഭയങ്കര രസമാണ്. നീ ഇപ്പൊ തേപ്പ് കിട്ടുന്ന പോർഷൻ വരല്ലേ വായിച്ചുള്ളൂ. അത് കഴിഞ്ഞാൽ ഭയങ്കര ട്രാജഡിയാണ്. ഞാൻ അതല്ല ചോദിച്ചേ, നീ എന്തിനാ അയാളുടെ കഥ എഴുതുന്ന ചോദിച്ചേ. അതൊക്കെ ഉണ്ട്. കാര്യം പറയടാ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു? നിന്റെ കണ്ണ് രണ്ട് കുത്തുപൊട്ടിക്കും. എനിക്ക് സസ്പെൻസ് അലർജി ആണെന്ന് അറിയില്ലേ? കാര്യം പറ. അവസാനമായിട്ട് ചോദിക്കാൻ എന്തിനാ അയാളുടെ കഥ എഴുതുന്നേ? പ്രീതി ചേച്ചിയോട് പറയാൻ. എന്തിന്? അത് ജോസഫേട്ടന് പ്രീതി ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കാണ് അയാളെ തീരെ താല്പര്യമല്ല. കഥ വായിച്ചിട്ട് അവർക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടാലോ എന്ന് വെച്ചിട്ട്. അതിന് അയാളത്ര ശരിയല്ലല്ലോ. അയാൾ അങ്ങനെ ഒരു കുഴപ്പക്കാരനാണ്, ഞാൻ ഇതിന് നിൽക്കില്ലല്ലോ. അസൂയയും കുശുമ്പും ഒക്കെ എന്താ പറയാ, വായിച്ചില്ല. തേപ്പ് കിട്ടിയതിന് ശേഷം അങ്ങനെ ആയിപ്പോയതാണ്. ചേച്ചിക്ക് വല്ല പ്രശ്നം ഉണ്ടാവോ? എന്താണ് ഇത്? അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യും. പക്ഷേ ഇത് ഏതായാലും നീ ഇവിടെ ആരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇതിൽ എനിക്ക് റോള് തരും പ്ലീസ്. എനിക്ക് നല്ലോണം അഭിനയിക്കാൻ പറ്റും. പ്ലീസ് പ്ലീസ് പ്ലീസ്. Good. എനിക്ക് ഭയങ്കര ഇഷ്ടം അഭിനയിക്കാൻ. Thank you so much. എന്താ പ്ലാൻ? അതായത് നീ ഇപ്പൊ ഈ കഥ ശ്രദ്ധിച്ച് കേൾക്ക. കരച്ചിൽ വരാണെങ്കിൽ മാത്രം വാതർന്നാ മതി. ട്രാജഡി ഉണ്ടാവില്ലേ? അയ്യോ, വലിയ ദുരന്തല്ലേ.